അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. മലപ്പുറം ജില്ല അങ്ങാടിപ്പുറം വഴിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പാലൂർ കോട്ട വെള്ളച്ചാട്ടം 2 വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പോൾ മലപ്പുറത്ത് വലിയൊരു ഗ്യാപ്പ് വന്നു വീഡിയോ എടുക്കുന്നവർ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ ഇങ്ങനെ വലിയൊരു ഗ്യാപ്പ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുടെ നമ്മളെ സ്വന്തം മലപ്പുറമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബാസിത്ത്, വ്ളോഗറും കൂടി ബാസിത്താൻ്റെ കൂടെയുണ്ട്. നമ്മളെ ചാനലിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ബാസിത്ത്. അപ്പോൾ ഈ ഒരു സ്ഥലം 2 വർഷം മുന്നേ പറഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇന്ന് 2 വർഷത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നത്. അവർ പറഞ്ഞിട്ട് 2 വർഷം. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. ഇത് എൻട്രൻസ് ആണ്. ഇനി 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നേരെ പോയിക്കോളൂ. ഇവിടെ എത്താനായി കാണുന്നതാണ്. അപ്പോൾ മഴ നല്ല ശക്തിയിലുള്ള, അതായത് പീക്ക് ലെവൽ ഏകദേശം ജൂൺ ജൂലൈ മാസത്തിലാണ് ശരിക്കും ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറയുമെങ്കിലും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ മഴക്ക് എടുക്കാൻ കുറച്ച് ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഈ ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാലൂർ കോട്ട എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത്. നമ്മുടെ ധീരദേശാഭിമാനിയായ ടിപ്പു സുൽത്താൻ്റെ ഓർമ്മകളാണ് ഇവിടെ നമുക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. ബ്രിട്ടീഷുകാരാൽ ചതിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ധീരദേശാഭിമാനി ടിപ്പു സുൽത്താൻ്റെ ഓർമ്മകൾ നമുക്കിവിടെ ഒരു തങ്ങി നിൽക്കുന്നുണ്ട്. മൂപ്പർ ഇവിടെ താമസിച്ചിട്ടുണ്ട്, ഒളിത്താവളായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളുള്ളത് കൊണ്ടാണ് ഇതിനങ്ങനെ പാലൂർ കോട്ട എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ആദ്യം പോകാം. ഒന്നും പറയാനില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കേരളത്തിൽ നമുക്ക് ഏകദേശം 13 ജില്ലകളിൽ നമുക്ക് വെള്ളച്ചാട്ടം കിട്ടുന്നുണ്ട്, ആലപ്പുഴ ഒഴികെ അല്ലേ. അപ്പോൾ എല്ലാ ജില്ലകളിലും ഓരോരോ തരത്തിലുള്ളതാണ്. ഏതാണ് നല്ലത് ഏതാണ് നല്ലത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ചും കൂടി വലുതെന്ന് പറയുന്നത് ആതിരപ്പള്ളിയാണ്. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഈ പാറേൻ്റെ ഒരു ഭംഗിയാണ് ഏറ്റവും അട്രാക്ഷൻ. അത് ശരിക്കും പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്ത് ചിലപ്പോൾ അത് കിട്ടുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം വന്നത്, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കതിന് ടിപ്പുവിൻ്റെ ഗുഹയും കൂടി കാണാനുണ്ട്. ഇതിന് മുകളിൽ വേറെ ലെയറായിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗങ്ങളായിട്ടാണ് ശരിക്കും വരുന്നത് വെള്ളച്ചാട്ടം. അപ്പോൾ തീർത്തും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇത് നേരെ ഗുഹ ഒന്ന് കാണിക്കാം, അതിനുശേഷം മേലെയും പോകാം. അപ്പോൾ ഇതാണ് ഗുഹ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 300 വർഷം നമ്മൾ ബാക്കോട്ടേക്ക് പോകണം ഇത് ആലോചിക്കണമെങ്കിൽ. ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടം. മൂപ്പർ ഇത്രയും വലിയ ഹൈറ്റിൽ വന്ന് ഇവിടെ താമസിക്കാൻ, ഒളിസങ്കേതം ഉണ്ടാക്കാനും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെല്ലാം നമുക്ക് അല്ലേ വലിയൊരു സംഭവം തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി പോയാൽ നമുക്കിതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, മനോഹരമായൊരു ഗുഹ തന്നെയാണ്. പക്ഷേങ്കിൽ നമുക്ക് ഉള്ളിലൊന്നും കയറി പോകാൻ പാടില്ല. എല്ലാവരും വന്നവരും കയറി പോകാം. ചിലപ്പോൾ അങ്ങനെ ഇടിഞ്ഞു പോയിട്ടുണ്ടാവും, ഇടിയാൻ ചാൻസ് ഉണ്ടാകാം, പലതും സംഭവിക്കാം. ഇന്ന് പല ദുരന്തങ്ങൾ നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ വരുന്നവരപ്പം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ അതിക്രമങ്ങളും കാണിക്കും. ഇത് മോശമില്ലാത്തൊരു ഗുഹ തന്നെയാണ്. ഒരുപാട് ആൾ സൈനികന്മാർ വന്നിട്ട് താമസിച്ചതായിരിക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ പാലൂർ കോട്ടേൻ്റെ മേലെയുള്ളത്. അപ്പോൾ നല്ല പീക്ക് ലെവലിൽ ശരിക്ക് ജൂലൈ മാസം, പ്രത്യേകിച്ച് 2 ആഴ്ച മുന്നേ ഉള്ള ക്ലൈമറ്റിൽ ഇവിടെ നല്ല വെള്ളമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് പക്ഷേങ്കിൽ നമുക്ക് ഇത്ര വെളിച്ചം കിട്ടിയെന്ന് വരില്ല, ആ ഒരു ദോഷമുണ്ട്. ഇപ്പം നല്ല ക്ലിയർ ഉണ്ട്, നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം എനിക്ക് ഈ പാറയാണ്. ഈ പാറയിൽ എവിടെ നോക്കിയാൽ ഇരുന്ന് നമുക്ക് കുളിക്കാൻ പറ്റും. അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ് മലപ്പുറത്തുള്ള ബ്ലോഗർ ബാസിത്ത്. അപ്പോൾ മൂപ്പറെ കൂട്ടിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും സംഗതി അടിപൊളി വെള്ളച്ചാട്ടം തന്നെ. മൂപ്പറ മുന്നേ അത് മനോഹരമായ വെള്ളച്ചാട്ടം. മൂപ്പറുടെ ഒരുപാട് കാലം ആയിക്കണോ, ഒന്ന് വരണം, കാണേണ്ട കാഴ്ചയാണെന്ന് പറയുന്നു. 2 ലെയറായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കൂടി തന്നെയാണ്. അതെ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ എനിക്കിപ്പോഴാണ് സമയം ഒഴിച്ചത്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. എന്തായാലും നല്ല സംഭവം തന്നെയാണ്. വെള്ളച്ചാട്ടങ്ങളിൽ പോയിട്ട് നമുക്ക് കിട്ടാത്ത ഒരു സംഭവമാണ് ഇവിടെ കിട്ടിയത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഓരോരോ വെള്ളച്ചാട്ടത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എന്നുള്ള. അപ്പോൾ ഇത് മഴ സമയത്ത് അതിഭയങ്കരമായ വെള്ളച്ചാട്ടമായിരിക്കും ഇവിടെ കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. നല്ല വെള്ളമുണ്ട്. താഴെ വേറൊരു സ്റ്റൈലില്ലാന്നേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഭാഗത്തും കൂടി ഫില്ലാവും, നല്ല മഴയുണ്ടാവും. പക്ഷേ എന്താ നമുക്ക് വീഡിയോ ഇത്ര ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റണമെന്നില്ല. കുറേ ആളുകളുണ്ടാവും ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല തിങ്കളാഴ്ച ദിവസമായിട്ട് ആൾ കുറവായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ മലപ്പുറത്തിൻ്റെ പ്രത്യേകത. എന്തായാലും വീഡിയോ ഇഷ്ടമായത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരോടും ഇങ്ങോട്ട് ഞാൻ വരാമെന്നേ റെഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം.